glorious moments. നമ്മൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെ ആരംഭത്തോടുകൂടെ ക്രിസ്തീയ ലോകത്ത് വന്ന ഒരു ആശയമാണ് സോളാ സ്ക്രിപ്ചറ എന്ന ആശയം. സോളാ സ്ക്രിപ്ചറ എന്ന ആശയം ദൈവത്തെ സംബന്ധിക്കുന്ന അറിവ് സ്ക്രിപ്ചറിൽ മാത്രമേ ഉള്ളൂ, സ്ക്രിപ്ചറിന് പുറത്തില്ല. അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമായ എല്ലാ അറിവുകളും ഈ സ്ക്രിപ്ചറിനകത്തുണ്ട്. അപ്പൊ ഈ സ്ക്രിപ്ചർ അതിൽ തന്നെ പൂർണ്ണമാണ്. ഈ സ്ക്രിപ്ചർ സഫിഷ്യന്റ് ആണ്. നമ്മുടെ എല്ലാ അറിവുകളുടെ ചോദ്യങ്ങളെ ഉത്തരം നൽകുവാനും നമ്മുടെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കുവാനും നമ്മുടെ എല്ലാ ജിജ്ഞാസകളെയും അടക്കുവാനും പര്യാപ്തമായവയാണ് സ്ക്രിപ്ചർ, സഫിഷ്യൻസി സ്ക്രിപ്ചേഴ്സ്. അപ്പൊ സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചറിൽ മാത്രം ദൈവത്തെ സംബന്ധിക്കുന്ന അറിവ് നൽകുന്നത് ഈ സ്ക്രിപ്ചർ മാത്രമാണ്. അല്ലെങ്കിൽ 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിളാണ്. അതാണ് സോളാ സ്ക്രിപ്ചറ. സോളാ സ്ക്രിപ്ചർക്ക് ഇതരമായിട്ട് ബൈബിളിന്റെ പ്രാധാന്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല. ബൈബിളിനൊരു പ്രഥമ സ്ഥാനമുണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും. ക്രിസ്തീയ ദൈവവിശ്വാസം, ദൈവ ആരാധന, ദൈവവിജ്ഞാനീയം, നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലും ആരാധനയുടെ കാര്യത്തിലും ദൈവശാസ്ത്ര രൂപീകരണത്തിന്റെ കാര്യത്തിലും ബൈബിളിന് പ്രാധാന്യമുണ്ട്, പ്രാമുഖ്യമുണ്ട്, ഒരു പ്രാഥമിക സ്ഥാനമുണ്ട് എന്ന് കരുതുന്ന നിലപാടിനെയാണ് പ്രൈമാ സ്ക്രിപ്ചറ എന്ന് വിളിക്കുന്നത്. സോളാ സ്ക്രിപ്ചറയുമുണ്ട്, പ്രൈമാ സ്ക്രിപ്ചറയുമുണ്ട്. ഈ സോളാ സ്ക്രിപ്ചറയാണ് അൺഫോർച്ചുനേറ്റ്ലി പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളെല്ലാം ഹോൾഡ് ചെയ്യുന്ന. അടുത്ത കാലത്തായിട്ട് ആ നിലപാടുകളൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ബലക്ഷയം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ തന്നെ സോളാ സ്ക്രിപ്ചറവാദികളിൽ ഒരു 85% ആളുകളും പ്രൈമാ സ്ക്രിപ്ചറ നിലപാടിലോട്ടൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞാൽ അതിന്റെ വാദം ഇതാണ്. അപ്പൊ സോളാ സ്ക്രിപ്ചറയെ സംബന്ധിച്ച് എന്താണ് സോളാ സ്ക്രിപ്ചറ എന്ന് ഞാൻ പറഞ്ഞു. റിഫോർമിസ്റ്റ് തിയോളജിയുടെ അടിസ്ഥാനമാണ് 5 സോളാസ് എന്നാണ് അവർ പറയുന്നത്. സോളാ സ്ക്രിപ്ചറ, സോളാ ക്രിസ്റ്റോ, സോളാ ഫിഡെ, സോളാ ഡി ഗ്ലോറിയ, ഇതാണ് 5 സോളാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സോളാ സ്ക്രിപ്ചറ? തിരുവെഴുത്തിലൂടെ മാത്രം. സോളാ ഡി ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിലൂടെ മാത്രം. സോളാ ഡി ഫിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിലൂടെ മാത്രം. സോളാ ഡി ഗ്രാഷിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപയിലൂടെ മാത്രം. സോളാ ഡി ഗ്ലോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം. അപ്പൊ 5 മാത്രങ്ങളാണ്. 5 മാത്രം. എന്താണ് 5 മാത്രം? 5 മാത്രം എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രം, ക്രിസ്തു മാത്രം, വിശ്വാസം മാത്രം, കൃപ മാത്രം, ദൈവത്തിന്റെ മഹത്വം മാത്രം. ഇതാണ് ഒരു ക്ലാസിക്കൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയുടെ 5 അടിയാധാരങ്ങൾ. 5 ആധാരങ്ങളാണ് നമ്മുടെ ബുദ്ധമതത്തിന് തൂണുകൾ. ഇപ്പൊ ഇസ്ലാം മതം അതിനെ അനുകരിച്ച് അവർക്ക് തൂണുകളുണ്ട്. ഇസ്ലാം മതത്തിന്റെ തൂണുകള് അവർക്ക് 4 പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, അങ്ങനെയൊക്കെ 4 ഉണ്ടെന്ന് പറയുന്നു. അല്ല, അവർ പിന്നെ ആദ്യം മുതൽ തന്നെ മുഴുവൻ കോപ്പി ആയതുകൊണ്ട് ബുദ്ധമതത്തിന്റെ തൂണുകളെ കോപ്പി അടിക്കും. പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസത്തിന്റെ 5 തൂണുകൾ ഇതാണ്. അവരുടെ അടിസ്ഥാനമായി 5 മാത്രകളാണ്. എന്താണ് 5 സോളാസ്? 5 സോളാസ് ഇതാണ്, 5 മാത്രകളാണ്. അപ്പൊ ഇത് സോളാ സ്ക്രിപ്ചറ. സോളാ സ്ക്രിപ്ചറ എന്ന് പറയുമ്പോൾ ബൈബിളിൽ നിന്നാണ് ദൈവത്തെ സംബന്ധിക്കുന്ന എല്ലാ അറിവുകളും. ബൈബിളിൽ ഇതരമായി ഒരറിവുമില്ല. ബൈബിളിൽ നിന്നുള്ള അറിവുകൾ സഫിഷ്യന്റ് ആണ്. ഇതാണ് അവരുടെ ഒരു വാദം. സോളാ സ്ക്രിപ്ചറ എന്ന വാദത്തെ ഖണ്ഡിക്കുവാൻ, അല്ലെ സോളാ സ്ക്രിപ്ചറെക്കെതിരായിട്ടൊക്കെ ഒത്തിരി ആളുകൾ ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്റെ നിരീക്ഷണത്തിൽ സോളാ സ്ക്രിപ്ചറയെ ബൈബിൾ തന്നെ ഖണ്ഡിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സോളാ സ്ക്രിപ്ചറയെ ഖണ്ഡിച്ചുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സോളാ സ്ക്രിപ്ചറ എന്ന അബദ്ധ ധാരണ ഉപേക്ഷിക്കാതെ ബൈബിൾ വായന ആരംഭിക്കാൻ പറ്റില്ല. ഇനി വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയാൽ സോളാ സ്ക്രിപ്ചറ തവിടുപടി തരിപ്പണമാണ്. എന്തുകൊണ്ടാണ് ബൈബിൾ സോളാ സ്ക്രിപ്ചറയെ ഖണ്ഡിക്കുന്നത്? നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, അതിന്റെ ആദ്യത്തെ അധ്യായം 1-ാം അധ്യായം, അതിന്റെ ആദ്യത്തെ വാക്യം 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു ഇൻ ദ ബിഗിനിങ് ഗോഡ്. മലയാളത്തിൽ ആദിയിൽ ദൈവം. ഇൻ ദ ബിഗിനിങ് ഗോഡ്. അപ്പോ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോ
ഈ ബൈബിൾ തുടങ്ങുന്നത് ദൈവം ആരാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ടല്ല. അപ്പൊ ബൈബിൾ ദൈവം ആരാണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്നില്ല. വിതൗട്ട് എനി ഇൻട്രൊഡക്ഷൻ ബൈബിൾ നേരെ തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഈ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ പറ്റി ഒരു പ്രയർ ഇൻഫോർമേഷൻ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പൊ ദൈവത്തെ പറ്റി ഒരു അറിവും ദൈവത്തെ പറ്റിയുള്ള ധാരണയും ഉള്ള ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയാണ് ബൈബിൾ നൽകപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ബൈബിൾ ദൈവത്തെ സംബന്ധിക്കുന്ന ഇൻട്രൊഡക്ഷൻ നൽകുന്നില്ല. നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് എന്താണ്. അപ്പോ ഇവിടെയുള്ള ഈ പറഞ്ഞ ആളുകൾക്ക് വേണ്ടി ഒന്നും ഉള്ളതല്ല ബൈബിള്. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇപ്പൊ ബൈബിൾ വിതരണം ചെയ്യുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് ഇപ്പം ഈ അയ്യപ്പനും പൊന്നപ്പനും തങ്കപ്പനും ഒക്കെ വന്ന് ബൈബിൾ വെച്ച് പ്രസംഗിക്കുന്നു. അപ്പൊ അവർക്ക് എവിടുന്നാണ് ഈ ദൈവത്തെ പറ്റി ധാരണ കിട്ടിയത്? അപ്പൊ ദൈവത്തെ പറ്റി ഒരു ധാരണ ഉള്ള ആളുകൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ് ബൈബിൾ. അപ്പൊ ബൈബിള് വായിക്കാൻ തുടങ്ങുമ്പോ ആദ്യത്തെ അധ്യായം ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ അവിടെ ദൈവം എന്നുണ്ട്. അപ്പൊ ബൈബിൾ വായിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ആദിയിൽ ദൈവം എന്ന് വായിക്കുമ്പോ ഈ ദൈവം എന്ന് പറയുമ്പോൾ ഇവൻ എവിടെയാണ് അത് കണക്ട് ചെയ്യുന്നത്? ബൈബിൾ വായനയ്ക്ക് മുൻപ് ഇവന് കിട്ടിയിട്ടുള്ള ദൈവധാരണയുമായിട്ടാണ് ഈ വാക്യത്തെ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയേ പറ്റൂ. അപ്പൊ ഇവന് എവിടുന്നാണ് ദൈവത്തെ സംബന്ധിക്കുന്ന ധാരണ കിട്ടിയത്? ഇപ്പൊ ഇവന്റെ പൂർവികമായിട്ട് ഒരു എലിയാണ് ഇവരുടെ കുടുംബ ദൈവമെങ്കിൽ, കുടുംബ പരദേവതയായിട്ട് ഒരു എലി ഇരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവൻ ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ എലി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് ഇവന്റെ മനസ്സിൽ വരും. ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ. അപ്പോ ഇത് എഴുതപ്പെട്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അപ്പൊ നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ നമ്മൾ വായിക്കുമ്പോ ഞാൻ പറഞ്ഞ ഇതാണ്. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ബൈബിള് നൽകുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പ്രാപിച്ചവരും സിദ്ധിച്ചവരും അങ്ങനെ ഒരു ആശയമുള്ളവരുമാണ് ബൈബിൾ വായിക്കേണ്ടത്. അപ്പോ അതുകൊണ്ട് തന്നെ സോളാ സ്ക്രിപ്ചർ പൊളിഞ്ഞു. കാരണം സ്ക്രിപ്ചറിൽ നിന്ന് ഇതരമായി, സ്ക്രിപ്ചർ വായനയ്ക്ക് മുൻപായി ദൈവത്തെ സംബന്ധിക്കുന്ന ധാരണ ഒരാൾക്കുണ്ടായിരിക്കണം. അപ്പൊ ആ ധാരണ എവിടുന്നാണ്? സ്ക്രിപ്ചറിൽ നിന്നല്ല, അല്ലേ അല്ല. നമുക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? സ്ക്രിപ്ചർ തുടങ്ങുന്നത് ദൈവം എന്ന് പറഞ്ഞാണ്. അപ്പൊ ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയുള്ളവനാണെന്നും ദൈവം എന്താണെന്നും ഉള്ള ഒരു ധാരണയുള്ള ആൾക്കാണ് ഇത് നൽകപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ധാരണ അവൻ എവിടുന്ന് കിട്ടും? ആ സ്ക്രിപ്ചറിൽ നിന്ന് കിട്ടുമോ? സ്ക്രിപ്ചറിൽ നിന്നാണോ കിട്ടുന്നത്? അല്ല, അത് സ്ക്രിപ്ചറിന് പുറത്തുനിന്ന് കിട്ടിയിട്ടാണ് ഇവൻ ഈ സ്ക്രിപ്ചർ വായിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിലെ ആദ്യത്തെ അധ്യായം, ബൈബിളിലെ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ അധ്യായം, ആദ്യത്തെ വാക്യം സോളാ സ്ക്രിപ്ചറായുടെ കടക്കൽ കത്തി വെച്ച് വെട്ടിക്കളയും. ഞാൻ പറഞ്ഞു മനസ്സിലായി. സോളാ സ്ക്രിപ്ചറാ ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങ് യെശയ്യാ പ്രവചനവും യെരമ്യാ പ്രവചനവും, പിന്നെ ചില ആളുകളൊക്കെ സോളാ സ്ക്രിപ്ചറ പ്രൂവ് ചെയ്യാൻ വേണ്ടി പൗലോസ് ശ്ലീഹ പിന്നെ ലവോദിക്കക്കാർക്ക് എഴുതിയ ലേഖനം ബൈബിളിൽ കാണുന്നില്ലല്ലോ, അത് കൊലാസിലേനിൽ പരാമർശനമുണ്ടല്ലോ, അങ്ങനെയെങ്കിൽ ഹാനോക്ക് പറഞ്ഞ കാര്യം യൂദായുടെ പുസ്തകത്തിലുണ്ടല്ലോ, അത് കാണുന്നില്ലല്ലോ, പിന്നെ മോശയുടെ പീഠം കാണുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തർക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരം വലിയ തർക്കങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി പ്ലേയിങ് ഫോർ ഗാലറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണം തർക്കിക്കാവുന്നുള്ളൂ. സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകം, ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ വാക്യം കൊണ്ട് തീർന്നു. സോളാ സ്ക്രിപ്ചർ അതേ പോയി ഇതാ കിടക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സോളാ സ്ക്രിപ്ചറ ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ അങ്ങനെ ഒത്തിരി ഒന്നും ഓടി നടക്കണ്ട. സോളാ സ്ക്രിപ്ചറ ഒന്നാം അധ്യായം, ഒന്നാം വാക്യം, ഒന്നാം പുസ്തകം, ഒന്നാം അധ്യായം, ഒന്നാം വാക്യം കൊണ്ട് സോളാ സ്ക്രിപ്ചറ തീർന്നു എന്ന് പറഞ്ഞാൽ സോളാ സ്ക്രിപ്ചറ പോലെയുള്ള ഈ അലവലാതിത്തരം ഒന്നും വിശ്വസിക്കുന്നതിനുള്ള പുസ്തകം അല്ല ഇത്, നീ ഓടിക്കോ എന്നാണ് ആ പറയുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പൊ ഈ വിശ്വാസമൊക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് ഈ കുപ്പായധാരികളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവരോടും കൂടെ ഈ പറയുന്നത്, നിന്റെ ഒന്നും വിശ്വാസം ഇവിടെ വേണ്ട. ഇതൊക്കെ പാരമ്പര്യത്തിലൂടെയാണ് ദൈവവിശ്വാസം കിട്ടുന്നത്, അല്ലാതെ തിരുവെഴുത്തിലൂടെ ഒന്നുമല്ല. പാരമ്പര്യത്തിലൂടെ ദൈവവിശ്വാസം കിട്ടിയവർക്ക് വേണ്ടിയുള്ളതാണ് തിരുവെഴുത്ത്. വല്ലോ മനസ്സിലായോ? അല്ലാതെ തിരുവെഴുത്ത് എന്ന് പറഞ്ഞൊരു സാധനം അത് സോൾലി നൽകപ്പെട്ടിരിക്കുന്നില്ല ഈ ദൈവവിശ്വാസം പകരാൻ വേണ്ടി. മനസ്സിലായോ? ബൈബിൾ ഈസ് ഓൺലി എ ഹാൻഡ് ബുക്ക്. ബൈബിൾ ഈസ് ഓൺലി എ ഹാൻഡ് ബുക്ക്. എന്താണ് ഹാൻഡ് ബുക്ക്? കൈപ്പുസ്തകം. എന്താണ് കൈപ്പുസ്തകം? ഒരു പമ്പ് കയ്യിലുള്ളവൻ ആ പമ്പ് എങ്ങനെ പ്രവർത്തിപ്പിക്കണം, പമ്പിൽ നിന്ന് കാറ്റ് കുറയുമ്പോൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണം, പമ്പിന്റെ ലീക്ക് എങ്ങനെ മാറ്റണം, പമ്പ് ബ്ലോക്ക് ആയാലും എങ്ങനെ ഫിക്സ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരു ഹാൻഡ് ബുക്ക് കൊടുക്കും. ഈ പമ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മരുന്നടിക്കാൻ വേണ്ടി പണ്ടൊക്കെ കണ്ടത്തിൽ ഞങ്ങൾക്ക് പമ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്, ഡ്രോൺ വെച്ചൊരു പെണ്ണുമ്പിള്ള നെല്ലിന് മരുന്നടിക്കുന്നത്.
ദൈവം തമ്പുരാന് എത്ര മണിക്കൂറാണ് നമ്മൾ കണ്ടെത്തിക്കൂടെയൊക്കെ നടന്ന് കുറ്റിപ്പമ്പ് കൊണ്ട് മരുന്നടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ ഷൂ നടിക്കുക. അപ്പൊ ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണം? ഹാൻഡ് ബുക്കാണ്. അപ്പൊ അതുകൊണ്ട് പരമ്പരാഗതമായി നൽകപ്പെട്ട ദൈവവിശ്വാസത്തിന്റെ ഹാൻഡ് ബുക്കാണ് ബൈബിൾ. അതുകൊണ്ട് പാരമ്പര്യ ക്രിസ്ത്യാനികൾക്കാണ് ബൈബിള് ഉപയോഗിക്കാനുള്ളത്. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൈപ്പുസ്തകമാണ്. പമ്പില്ലാതെ ഈ കൈപ്പുസ്തകം മാത്രം കൊണ്ടുപോയിട്ട് നീ എവിടെ കൊണ്ട് എന്തോ ഇട്ട് അടിക്കാനായി ഉദ്ദേശിക്കുന്നത്? അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഈ ബൈബിൾ എന്ന് പറയുന്നത് ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ അധ്യായം, ആദ്യത്തെ വാക്യം തന്നെ പെന്തക്കോസ്തുകാരുടെയും ബ്രദറൻകാരുടെയും അടിത്തറ ഇളക്കി കളയുന്നതാണ്. ഒന്നാമത്തെ പുസ്തകം, ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ വാക്യം. മനസ്സിലായോ? പെന്തക്കോസ്തുകാരനും പെന്തക്കോസ്ത് ബലൂൺ വിഴുങ്ങിയിരിക്കുന്ന കുപ്പായ വിട്ടിരിക്കുന്നവർക്കും എല്ലാമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.